7 തീയതി ബുധനാഴ്ചയാണ്. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കർത്താവിൻ്റെ ശക്തി നിന്നിലേക്ക് ആവശ്യിക്കട്ടെ. അടിപ്പട പോലെ വൈദാഖലപ ദൈവികമായ ശക്തി നിൻ്റെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ വിശുദ്ധ രക്തം കയറി ഇറങ്ങട്ടെ. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം സകല പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് പറഞ്ഞ അതേ രക്തത്താൽ നീ വിശുദ്ധീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മാധ്യസ്ഥനെ കേൾപ്പിക്കട്ടെ. കർത്താവിൻ്റെ കണ്ണ് നിന്നെ ആവശ്യിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire of finger, soak with the precious blood. Lord, infuse Your Spirit, and with the authority of the Catholic Church, with the power of Jesus Christ,
with the merit of the holy priesthood. I impart the peace and grace upon your home. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശ് അടയാളത്തിൽ നിൻ്റെ ഭവനത്തെ, നിൻ്റെ ജീവിതത്തെ, നിൻ്റെ ഉദ്യമങ്ങളെ, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ ഇന്നത്തെ വഴിയാത്രയ്ക്ക് മുമ്പേ നിൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി വാദിക്കണമേ. നീ ന്യായാധിപൻ്റെ മുമ്പിൽ നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിക്കേണ്ട. നീ പറയേണ്ട എന്തെന്ന് ആ സമയം നിനക്ക് അറിവ് നൽകുന്ന അരുൾ ചെയ്ത കർത്താവിൻ്റെ അറിവിൻ്റെ അഭിഷേകത്താൽ നിൻ്റെ ആ സമയത്ത് നീ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നിനക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കട്ടെ. എൻ്റെ ദൈവവേദന അടിക്കടി ഓരോ ദിവസവും നീ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കവിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി, തിരുത്തത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ ഉയർത്ഥാനത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ മുൾക്കിടത്തിൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ കരത്തിൻ്റെ ആണിപ്പെടുന്ന ശക്തി, ക്രിസ്തുവിൻ്റെ തിരുവിതാ മുറിവിൻ്റെ ശക്തി നിൻ്റെ ആത്മാവിനെ ഭരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വം നീക്കുവാമേ. ഈ ചില സമയത്ത് നമുക്ക് മാറ്റപ്പെടാൻ പറ്റാത്ത സഹനം ഉണ്ടാകും. സഹനം കുരിശാകണ എന്താ ചില സമയത്ത് അത് മാറ്റപ്പെടാൻ പറ്റാത്ത സാധനമാണ് കുരിശെന്ന് പറയണത്. മാറ്റാവുന്നതിനെ നമ്മൾ സഹനം എന്നേ പറയത്തുള്ളൂ. സഹനം തന്നെ രണ്ട് വിധം, മാറ്റാവുന്ന സഹനമുണ്ട്, മാറ്റപ്പെടാൻ പറ്റാത്ത സഹനമുണ്ട്. അതിനാണ് ഈ മാറ്റപ്പെടാത്ത സഹനത്തെ നമ്മൾ കുരിശെന്ന് പറയണത്. 12:2 ഹെബ്രായർ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ഇത് ഭയങ്കര പാടാണ്. നമുക്കിങ്ങനെ സുഖമായിട്ടൊക്കെ അച്ഛൻ ഇങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ എന്നിട്ട് പറയാവുന്നല്ലാതെ ഇതിൻ്റെ യഥാർത്ഥത്തിൽ അനുഭവിച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പക്ഷേ വിശ്വാസത്തിൽ ഇപ്പോൾ IAS പാസ്സാകും. വിശ്വാസത്തിൽ ITI കൊണ്ട് IAS ഉണ്ട്. അപ്പോൾ ഈ IASലേക്ക് വരാൻ വേണ്ടിയാണ് ഇതുപോലെ കുരിശ് വരണത്. അത് നമുക്ക് സിലബസ് കട്ടിയാവും. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ സിലബസ് അല്ലല്ലോ 10ാം ക്ലാസ്സിലത്. അപ്പോൾ സിലബസ് കട്ടിയാകുമ്പോൾ വിജയവും അതിനാനുപാതികമായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ അപ്പോഴെന്ത് ചെയ്യണം, അവനെ ഓർക്കണമെന്നാണ് പറയണത്. നമുക്കുള്ള ഗുണം അതാണേ, മറ്റുള്ളവർക്കില്ലാത്തൊരു ഗുണം നമുക്കുണ്ട്. എന്താ കുരിശ്. ഇപ്പോൾ ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ സങ്കടപ്പെടുമ്പോൾ ഞാൻ കുഞ്ഞിനെ ഓർത്തല്ല, ഇനി ആ തള്ളയെ ഓർത്താണ് ഞാൻ സങ്കടപ്പെടുന്നത്. അവരിത് എത്ര കാലം ഈ വിഷയം, അതാണ് കറക്റ്റ് കുരിശ്. മാറ്റാൻ പറ്റണില്ല. കുറേ കാശും പോവും, കുറേ സത്യവും പോവും, തനിക്കുണ്ടായിരുന്ന സന്തോഷം പോവുകയാണേ. ഇപ്പൊ വായിച്ച കേട്ടില്ലേ, വായിച്ചത് അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് പോരെ. ഇപ്പൊ ക്രിസ്തു ആയെന്ന് അർത്ഥം. ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെ ചോദ്യം നടക്കുന്ന ആളാരാണ്? ക്രിസ്തുവാണ്. അവനും ഉണ്ടായിരുന്ന സന്തോഷം പരിത്യജിക്കുന്ന ആരാണ്? ക്രിസ്തുവാണ്. അപ്പൊ നിങ്ങൾ ക്രിസ്തുവാണ്, ഒരു സംശയമില്ല. എന്താ സംഭവം? അപ്പം അതുകൊണ്ട് തന്നെ അത് കൂടി സിലബസാണെന്നേ ഉള്ളൂ. എൻ്റെ ദൈവവേദന നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ, സഹനം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കണം. 5 അപ്പം 5000 വേണ്ടി തീറ്റിപ്പോയിട്ട് അപ്പോൾ എത്ര കൊട്ടം നിറയെ ശേഖരിച്ചു. അപ്പം ഭൂതകാലത്ത് ഓർക്കണം. വർത്തമാനത്തെ കാലത്ത് ഒരു പ്രയാസം ഉണ്ടായാൽ ഭൂതകാലത്ത് ദൈവം ചെയ്ത കാര്യം ഓർക്കണം, ഭാവി കാലങ്ങളിൽ ദൈവം ചെയ്യാൻ പോണ കാര്യം ഓർക്കണം. എന്താണ് അത്? റോമ 8:18 വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന അതാണ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് വേറെ നിസ്സാരമാണ്. ഇതാണ്. അപ്പം സുവിശേഷം ഭയങ്കര രസമല്ലേ? എന്താ കാര്യം? ഒരു വർത്തമാന കാലത്ത് ഒരു സഹനം ഉണ്ടായാൽ ചില സഹനങ്ങൾ മാറ്റപ്പെടാൻ പറ്റും, ചില മാറ്റാൻ പറ്റത്തില്ല, ചില കുരിശാകും. അപ്പോൾ ഹെബ്രായർ 12:2 വർക്കൗട്ട് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? കുരിശിനുള്ള ഗുണം എന്താണ്? ഭാവി ഇൻഷുറൻസാണ്. നമുക്കൊരു സഹനം എന്ന് പറയുന്നത് നിത്യതയുടെ ഇൻഷുറൻസാണ്. എന്താ കാര്യം? നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇത് നിസ്സാരമാണെന്ന്. ഇത് ആരാണ് എഴുതിയിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്? പൗലോസ് ആ അൾസർ പിടിച്ച് കുടൽ പഴുത്ത് കുഞ്ഞ് താഴെ വീണ കാലത്താണ് ലുക്കായോട് പറഞ്ഞത്, ലുക്ക റൈറ്റ് ഡൗൺ കർത്താവ് എന്നെ കാണിക്കണേ, കണ്ടില്ലേ? ഞാൻ എൻ്റെ അൾസറിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചാണെന്ന്. അപ്പോൾ ഉടനെ ലുക്ക എഴുതും. നമുക്കെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ അൾസർ കയറി തല മന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ചോദിക്കും, പിന്നെ എന്താണ് ഗുരുവേ, പിന്നെ എന്താ അപ്പോസ്തല? നമുക്ക് വെളിപ്പായിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച്.
അപ്പോഴും കർത്താവ് വെളിപാട് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വെളിപാടിൻ്റെ ആധിക്യമാണത്. ആധിക്യം ഇതാണ്. എന്താണ് ഈ അൾസർ പിടിച്ചിങ്ങനെ ചെമ്മീൻ കുഞ്ഞിനോ കൂഞ്ഞിരിക്കുമ്പോഴും ലൂക്കായ്ക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് വെളിപ്പെടായിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് ഓർക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരമാണെന്ന്. അതുകൊണ്ട് പൗലോസ് പറയും, ഈ ഞാൻ നല്ല ഓട്ടോടി വിശ്വാസം രക്ഷിച്ചു, നീതിയുടെ കിരീടം എനിക്ക് സൂക്ഷിച്ചിരിക്കുന്നു. അതും അവരെഴുതി വെക്കും. വിശ്വാസത്തിൻ്റെ ജീവിതമാണെന്ന് കൊടുത്തേക്കണം. അത് ലോകായിക ജീവിതമല്ല. ഇപ്പം നമ്മുടെ മുമ്പിൽ ഒരു വർത്തമാന കാലത്തൊരു സങ്കടം വന്നാൽ, ഒരു സഹനം വന്നാൽ, കുരിശ് വന്നാൽ 2 സമീപനമാണ്. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ച ദൈവത്തെ ഓർക്കണം. പിന്നെ ഭാവി കാലങ്ങളിൽ സഹായിക്കാൻ പോണ ദൈവത്തെ ഓർക്കണം. എന്ത് ചെയ്യണം? സന്തോഷത്തോടെ മുന്നോട്ട് പോകണം. ചിലപ്പോൾ സന്തോഷം വെടിയുമെന്ന് പറഞ്ഞിട്ടില്ലേ? അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം വെടിഞ്ഞു എന്നല്ലേ? അതൊക്കെ എന്നൊരു വർത്തമാനമാണ്. ഇങ്ങനെ ക്രിസ്തു അല്ലാതെ ആര് ചെയ്യും? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ദൈവം നിങ്ങളെ ക്രിസ്തുവിനെ സ്വീകരിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. ആവുന്നത്ര സന്തോഷം. ഭൂമിയുടെ സന്തോഷമുണ്ട്, സ്വർഗത്തിൻ്റെ സന്തോഷമുണ്ട്. ഭൂമിയുടെ സന്തോഷം കെട്ടുപോകും, സ്വർഗത്തിൻ്റെ സന്തോഷം കെട്ടുപോകത്തില്ല.